കേരളത്തിലെ ട്രാഫിക് നിയമങ്ങൾ ശക്തമാണെന്ന് പറയാറുണ്ട്. അമിത വേഗതയ്ക്ക്, സീറ്റ് ബെൽറ്റിന്, നോൺ പാർക്കിങ്ങിന്, ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞാൽ, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കാലാവധി കഴിഞ്ഞാൽ, വാഹനത്തിൽ എക്സ്ട്രാ ഫിറ്റിംഗുകൾ വെച്ചാൽ, അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഫൈനുണ്ട്. മുക്കിലും മൂലയിലും ക്യാമറ ഉണ്ട്. MVD പരിശോധന എവിടെയുമുണ്ട്. പക്ഷേ എല്ലാ ദിവസവും എല്ലാ സമയത്തും ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന ഒരു കൊള്ളരുതായ്മയ്ക്ക് എതിരെ നിയമവുമില്ല, അതിനെ പ്രതിരോധിക്കാൻ പിഴയുമില്ല. റോഡിലൂടെ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും ഒരുപോലെ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണിത്. പക്ഷേ അധികാരികൾ ഇതിനെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണ്. വഴിയിൽ ഏതു നേരവും കാണാവുന്ന വാഹനങ്ങളാണ് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളും സർക്കാർ ബസ്സുകളും. ഈ രണ്ട് വിഭാഗം വാഹനങ്ങളും ഓരോ ബസ് സ്റ്റോപ്പിന് മുൻപിലും വാഹനം നിർത്തുന്നത് എവിടെയാണ്? വഴിയുടെ നടുക്കാണ്. ബസ്സുകാരുടെ ഈ ഒരു പ്രവണത മൂലം ബുദ്ധിമുട്ട് തോന്നിയ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് നൽകി ഇത് അധികാരികൾ ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് റീച്ച് നൽകുക. പെട്ടെന്ന് ഒരു സമയത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ വഴിയുടെ നടുവിൽ പിടിച്ചു കെട്ടിയ പോലെ ആ ബസ്സുകൾ നിർത്തുന്നത് നിയമവിരുദ്ധം അല്ലേ? കാരണം അത് ഗതാഗതത്തിന് തടസ്സം ഉണ്ടാക്കുകയല്ലേ? കഴിഞ്ഞ ദിവസം വളരെ സ്വീകാര്യനായ ഒരു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്റെ പ്രസംഗം ഞാൻ കേട്ടിരുന്നു. അതിൽ അദ്ദേഹം ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. എറണാകുളത്ത് എടപ്പള്ളിയിൽ നിന്ന് പാലാരിവട്ടത്തേക്ക് വരുമ്പോൾ ഹൈവേയിൽ ഒരു കാറ് സൈഡാക്കി നിർത്തിയിട്ടിരിക്കുന്നു. പക്ഷേ വഴിയിലാണത് നിർത്തിയിരിക്കുന്നത്. ആള് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ചെന്ന് കാർ ഡ്രൈവറോട് ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ ഡ്രൈവർ അപ്പോൾ മറുപടി നൽകിയത് താൻ വാഹനത്തിൽ ഇരിക്കുകയാണ്, അപ്പോൾ പാർക്കിംഗ് ആകുന്നത് എങ്ങനെയെന്നാണ്. ഈ അനുഭവം പങ്കുവച്ചതിനെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, റോഡ് നിയമങ്ങൾ അനുസരിച്ച് 3 മിനിറ്റ് ഒരിടത്ത് വാഹനം ഇട്ട് കിടന്നാൽ ഡ്രൈവർ വാഹനത്തിനകത്ത് ഉണ്ടെങ്കിൽ പോലും അത് പാർക്കിംഗ് ആകും. തിരക്കേറിയ സ്ഥലങ്ങളിൽ ഈ ഒരു നിയമം നല്ലത് തന്നെയാണ്. പക്ഷെ ഇതൊക്കെ സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമാണോ ബാധകം? ഓരോ കിലോമീറ്ററുകളും ഇടവിട്ട് ഉള്ള ബസ് സ്റ്റോപ്പുകളിൽ നിർത്തുന്ന ബസ്സുകൾക്ക് ഈ നിയമം ബാധകമല്ലേ?